പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കുന്നംതോട് സ്പ്രിംഗ് ഷെഡ് പദ്ധതി ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കുന്നംതോട് സ്പ്രിംഗ് ഷെഡ് പദ്ധതിയുടെ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. അടുത്ത ദിവസമാണ് നമ്മൾ 3,32,00,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് റോഡ് നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചല്ലേ. ഇനിയിപ്പോൾ 1 കോടി രൂപയുടെയാണ് ഈ സ്പ്രിംഗ് ഷെഡ് പദ്ധതി നടപ്പാക്കുന്നത്. എത്രയും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സാക്ഷരതാ കേന്ദ്രത്തിനോടനുബന്ധിച്ച സ്ഥലത്ത് വെച്ചാണ് ചടങ്ങ് നടന്നത്. ചേലക്കര MLA യുവ പ്രദീപ് അധ്യക്ഷനായി. പാസ്റ്റർ സൊസൈറ്റി ഡയറക്ടർ ബാബു RJ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. തൃശൂർ നബാർഡ് ജില്ലയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സുസ്ഥിര വികസന പദ്ധതിയായ കുന്നംതോട് സ്പ്രിംഗ് ഷെഡ് പദ്ധതി പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ശേഷം വിശദമായ പദ്ധതി പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. കാർഷിക മേഖലയിലെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനുള്ള പദ്ധതികളാണ് സ്പ്രിംഗ് ഷെഡ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. നബാർഡിന്റെ അംഗീകാരമുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രദേശത്തെ കർഷകരും സ്ത്രീകളും നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റിയാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ ടീച്ചർ, തൃശൂർ നബാർഡ് DGM സെബിൻ ആന്റണി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് CDS മെമ്പർ രമ്യ രവീന്ദ്രൻ, കുന്നംതോട് സ്പ്രിംഗ് ഷെഡ് പദ്ധതി നിർവഹണ സമിതി അംഗങ്ങളായ PR അശോക് കുമാർ, സജിത് കുമാർ, ഹരിത സോയു, നിർവഹണ സമിതി പ്രസിഡന്റ് സ്മിത ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. CCV ന്യൂസ്, പാഞ്ഞാൾ.